നമസ്കാരം, ബിന്ദു വിനയനാണ്. അഗ്രോണിമ മണ്ണില്ലാതെ എങ്ങനെ വളർത്താം എന്നതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇതെന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ സുഹൃത്ത് നദീറയാണ്. അവൾക്ക് ആദ്യം ഞാൻ നന്ദി പറയട്ടെ. വളരെ നന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പോട്ടിങ് നമുക്ക് നോക്കാം. പോട്ടിങ്ങിന് ആവശ്യമായ സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് പെർലൈറ്റ് ആണ്. പിന്നെ വെർമിക്കുലേറ്റ് കേട്ടോ. പിന്നെ കുറച്ച് ചാണകപ്പൊടി, പിന്നെ കൊക്കോ ചിപ്സ്, പിന്നെ കുറച്ച് സാഫും ആ മിശ്രിതത്തിൽ കൂട്ടണം. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി കുറച്ച് ബസാക്കോട്ട ചേർക്കാം. NPK വളമാണ്. വളരെ പതുക്കെ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വളം. നിർബന്ധമില്ല കേട്ടോ ചേർക്കണമെന്ന്. പിന്നെ കുറച്ച് ഹ്യൂമിക് ആസിഡ് ചേർക്കാം, കുറച്ച് വേരുകൾ നന്നായി വരാൻ വേണ്ടിയിട്ട്. ഇത്രയാണ് ഇതിൽ ചേർത്തിരിക്കുന്നത്. മിശ്രിതം കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. ഒട്ടും മണ്ണില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. മണ്ണില്ലാത്തവർക്കും ചെടി വെക്കാം. ഈ ചട്ടിയിലാണ് അഗ്രോണിമ വെക്കുന്നത്. ചെറിയ ചട്ടിയാണ്, ചെറിയ തയ്യുമാണ്. നല്ല ഹോൾ ഉണ്ടായിരിക്കണം. വേണമെങ്കിൽ സൈഡിലൊക്കെ ഹോള് കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് വെള്ളം കെട്ടി നിൽക്കുന്ന പ്രശ്നമേ വരില്ല. ഒരു കഷ്ണം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് ചകിരി നാലടിയിൽ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ പോട്ടി മിക്സ് ഇട്ടു. ഇതാണ് നമ്മൾ വെക്കാൻ പോകുന്ന ചെടി. ഈ കട്ട് ചെയ്ത ഭാഗത്തുനിന്ന് കുറച്ച് സാഫ് തേച്ച് കൊടുക്കാം കേട്ടാ. അത് നമ്മൾ ഏത് ചെടി നടുമ്പോഴും ചെയ്യുന്നത് നല്ലതാണ്. ചെടികൾ ചീഞ്ഞു പോകാതിരിക്കാനൊക്കെ കേട്ടാ. എന്നിട്ട് ചെടി ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് പോട്ടി മിക്സ് ഇട്ട് കൊടുക്കാം. വളരെ ഈസി മെത്തേഡാണ്. ചെടി വെച്ച് കഴിഞ്ഞ് കുറച്ച് സാഫ് കലക്കിയ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സിമ്പിളായിട്ട് വെള്ളം നന്നായിട്ട് വാർന്നു പോകണം കണ്ടോ. ഒട്ടും വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. കഴിഞ്ഞ വീഡിയോയിൽ വളങ്ങളെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ മരുന്നിനെ കുറിച്ചും പറഞ്ഞിരുന്നു. അതിൽ റാഫേലിനുള്ള മരുന്ന് ഇലപ്പേനും മറ്റു അസുഖങ്ങളൊക്കെ വരാതിരിക്കാനാണ്. റാഫലും സാഫും 1 ഗ്രാം വീതം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിനു ശേഷം സ്പ്രേ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. എല്ലാവരും ചെയ്തു നോക്കണം. താങ്ക്